സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ 5th ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസസ്, പ്രതിരോധത്തിന്റെ കാവലാളുകൾ. ഈ സ്ലൈഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് മാക്സിൻ പബ്ലിഷേഴ്സിന്റെ എക്സാം പോയിന്റ് ഗൈഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് വേണമെങ്കിൽ ആ ഗൈഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രതിരോധത്തിന്റെ കാവലാളുകൾ. ആരാണ് കാവൽക്കാര്, അല്ലെങ്കിൽ ആരാണ് കാവലാളുകൾ? എവിടെയാണ് നമ്മൾ കാവലാളുകളെ നിർത്തുന്നത്? നമ്മുടെ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിന് മുന്നിലൊക്കെ നമ്മൾ കാവൽക്കാരെ നിർത്തും അല്ലേ? എന്തിനു വേണ്ടിയാ? അനാവശ്യമായിട്ട് ആരും നമ്മുടെ കെട്ടിടത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാ അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലേക്കും അനാവശ്യമായിട്ട് ആളുകൾ കടന്നു വരാറുണ്ട്. ആരൊക്കെയാ? പതോജൻസ് കടന്നു വരാറുണ്ട്. പിന്നെ ഫോറിൻ സബ്സ്റ്റൻസുകൾ അല്ലേ? കുപ്പിച്ചില്ല് കൊള്ളാറുണ്ട്, മുള്ളു കൊള്ളാറുണ്ട്. ഇവരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്നവരാണോ? അല്ല അല്ലേ? അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ക്ഷണിക്കാതെ അല്ലെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് കടന്നു വരുന്ന വസ്തുക്കളാണ് നമ്മൾ ആന്റിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആന്റിജൻസ്? അപ്പോൾ ഇത്തരത്തിൽ ആന്റിജൻസ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനും പ്രവേശിച്ചാൽ അതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന് എന്തുണ്ട്? ഒരു ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറെ കാവലാളുകളുണ്ട്. ആ ഒരു കാവലാളുകളെ പറ്റിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. എന്താണ് ഡിഫൻസ് എന്ന് പറയുന്നത്? ഇത് ബോഡിയുടെ എബിലിറ്റിയാണ്. എന്തിനുള്ള എബിലിറ്റി? പതോജൻസിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യുവാനും എൻ്റർ ചെയ്തിട്ടുള്ള പതോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുവാനുമുള്ള എബിലിറ്റി. ഓക്കെ, എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് പതോജൻസ് ആൻഡ് ടു ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻറ്റേർഡ് ദ ബോഡി. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും 2 വിധത്തിലാണ് ബോഡി ഡിഫൻസ് മെക്കാനിസം പോസിബിൾ ആക്കുന്നത്. ഏതൊക്കെയാണ്? ബോഡി കവറിങ് വഴിയും സെക്രേഷൻസ് വഴിയും. ഏതൊക്കെ ബോഡി കവറിങ് ആണ്? സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനും. ഈ 2 ബോഡി കവറിങ് വഴിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്രേഷൻസ് വഴിയും. ഏതൊക്കെയാണ് സെക്രേഷൻസ് വരുന്നത്? മ്യൂക്കസ്, സലൈവ, ടിയർ. ഈ സെക്രേഷൻസ് വഴിയും ബോഡി ഡിഫൻസ് നടത്തുന്നുണ്ട്. ഇനി ബോഡി ഫ്ലൂയിഡ്സ് വഴി, ബ്ലഡും ലിംഫുമാണ് ഡിഫൻസിന് സഹായിക്കുന്ന ബോഡി ഫ്ലൂയിഡ്സ്. ക്ലിയർ അല്ലേ? ഇനി ബോഡി കവറിങ് എങ്ങനെയാണ് ഡിഫൻസ് നൽകുന്നതെന്നാണ് പറയുന്നത്. ഏതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബോഡി കവറിങ്? സ്കിന്നാണ്. സ്കിന്നിൽ നിരവധി യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, യൂസ്ഫുൾ ആയിട്ടുള്ള നിരവധി ബാക്ടീരിയാസ് കാണപ്പെടുന്നുണ്ട്. ജേംസ് എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജേംസ് സ്കിന്നിലേക്ക് എത്തുമ്പോൾ ഈ ബാക്ടീരിയയുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാവും. എന്തിനു വേണ്ടിയുള്ള കോമ്പറ്റീഷൻ? ന്യൂട്രിയൻസിന് വേണ്ടിയും അതുപോലെ തന്നെ ഷെൽട്ടറിന് വേണ്ടിയും. ഈ കോമ്പറ്റീഷൻ വഴി തന്നെ ഒട്ടനവധി ജേംസ് എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. ഓക്കെ, ഇനി സ്കിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും ഡിഫൻസിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. സ്കിൻ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു സേഫ്റ്റി ഷീൽഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സേഫ്റ്റി ഷീൽഡും ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് കൂടിയാണ് സ്കിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം സ്കിന്നിന്റെ ഏറ്റവും ടോപ്പ് ലെയർ ഏതാണ്? എപ്പിഡെർമിസ് ആണ് അല്ലേ? എപ്പിഡെർമിസിൽ കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പ്രസന്റ് ആണ്. ഓക്കെ, എന്താണ് കെരാറ്റിൻ? ഇത് ജേംസിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തത് സെബേഷ്യസ് ഗ്ലാൻഡ്. സ്കിന്നിനുള്ളിൽ കാണപ്പെടുന്ന സെബേഷ്യസ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? സെബം സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ സെബം എന്താ ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിനെ ഓയിലി ആയിട്ടും വാട്ടർ പ്രൂഫ് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ സെബമാണ്. ഓക്കെ, ഓയിലി ആയിട്ട് നിലനിർത്തുന്നത് സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സെബമാണ്. ഇനി സ്വെറ്റ് ഗ്ലാൻഡ്. ഓക്കെ, സ്വെറ്റിംഗ് നമ്മൾ ഓൾറെഡി ഒരു എക്സ്ക്രീഷൻ പ്രോസസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വെറ്റിൽ എന്തുണ്ട്? ഈ സ്വെറ്റ് ഗ്ലാൻഡുകൾ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഡിസിൻഫെക്റ്റന്റുകളുണ്ട്. ഓക്കെ, ഈ ഡിസിൻഫെക്റ്റന്റുകളാണ് എന്ത് ചെയ്യുന്നത്? ജേംസിനെ കില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ പതോജൻസിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോഡി കവറിങ്ങിനെ പറ്റി പറയുന്നത്. ഇനി അടുത്ത ബോഡി കവറിങ് മ്യൂക്കസ് മെംബ്രെയിൻ. എന്താണ് മ്യൂക്കസ് മെംബ്രെയിൻ? എന്താണ് ചെയ്യുന്നത്? പതോജൻസിനെ ട്രാപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ്? മ്യൂക്കസ് മെംബ്രെയിന് മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മ്യൂക്കസ് ആണ് പതോജൻസിനെ ട്രാപ്പ് ചെയ്യുകയും ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുള്ള പതോജൻസിനെ എക്സ്പെല് ചെയ്യാൻ വേണ്ടി മ്യൂക്കസ് മെംബ്രെയിനിൽ എന്തുണ്ട്? സീലിയ സെല്ലുകളുണ്ട്. അതായത് ചെറിയ ചെറിയ ഹെയർസ് പ്രസന്റ് ആണ്.
അപ്പോൾ ഇങ്ങനെയാണ് മ്യൂക്കസ് മെംബ്രെയിൻ ഡിഫൻസിന് വേണ്ടി സഹായിക്കുന്നത്. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി സെക്രീഷൻസ്. ഫസ്റ്റ് വൺ, ഇയർ വാക്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇയർ വാക്സ് ഇയർ കനാലിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന സെക്രീഷനാണ് അല്ലേ. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഇയറിനുള്ളിലേക്ക് എത്തുന്ന പതോജൻസിനെ കില്ല് ചെയ്യുന്നു, ട്രാപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇയർ വാക്സസ് എപ്പോഴും റിമൂവ് ചെയ്യരുത് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഓവറായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടാലോ ജേംസ് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഇടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടതും ആവശ്യമാണ്. ദെൻ ലൈസോസൈം ഇൻ ടിയേഴ്സ്. ടിയേഴ്സിലുള്ള ലൈസോസൈം. ഈ ലൈസോസൈം എന്താണ്? എൻസൈമുകളാണ് അല്ലേ. അപ്പോൾ ഈ എൻസൈമുകൾ എന്ത് ചെയ്യുന്നു? പതോജൻസിനെ കില്ല് ചെയ്യുന്നു. മ്യൂക്കസ് ഇൻ നോസ്. നോസിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് ഡിഫൻസിന് സഹായിക്കുന്നു. സലൈവയിലുള്ള ലൈസോസൈം. ഓക്കെ, സലൈവയിലുള്ള ലൈസോസൈം എന്തിനാ സഹായിക്കുന്നത്? ഫുഡിലൂടെ എൻ്റർ ആവുന്ന പതോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഓക്കെ, ഇനി മ്യൂക്കസ് ഇൻ ട്രക്കിയ. ട്രക്കിയയിലുള്ള മ്യൂക്കസ് അതെന്തിനാ സഹായിക്കുന്നത്? ഉള്ളിലേക്ക് കയറി വരുന്ന പതോജൻസിനെ കില്ല് ചെയ്യുന്നു. HCl ഇൻ സ്റ്റൊമക്ക്. ഓക്കെ, HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്റ്റൊമക്കിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതും ഡൈജഷൻ പ്രോസസ്സിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഫുഡിലൂടെ എൻ്റർ ചെയ്യുന്ന പതോജൻസിനെ കില്ല് ചെയ്യുന്നുണ്ട്. ഇനി മ്യൂക്കസ് ഇൻ ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈനിലുള്ള മ്യൂക്കസ്. അപ്പം അതെന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നത്? ഫുഡിലൂടെ എത്തുന്ന പതോജൻസിനെ കില്ല് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. യൂറിനിലുള്ള ലൈസോസൈമും പതോജൻസിനെ കില്ല് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ്സ് ഡിഫൻസ് നൽകുന്നതെന്നാണ് പറയുന്നത്. ഏതൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് ആയിരുന്നു ഡിഫൻസിന് സഹായിക്കുന്നത്? ബ്ലഡും ലിംഫുമാണ് അല്ലേ. ബ്ലഡും ലിംഫുമാണ്. ഏതൊക്കെ വഴിയിലൂടെയാണ് ഡിഫൻസ് സാധ്യമാക്കുന്നതെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, കൺട്രോളിങ് ദി എൻട്രി ഓഫ് ജേംസ്. ജേംസിന്റെ എൻട്രിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെന്ത് ചെയ്യുന്നു? ഈ ജേംസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. അതായത് ജേംസിന് രോഗം പരത്താനുള്ള ആ എബിലിറ്റിയെ നശിപ്പിച്ചു കളയുന്നു. അതുകൂടാതെ ജേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിക് സബ്സ്റ്റൻസുകൾ ഉണ്ടല്ലോ, അതിനെയും ന്യൂട്രലൈസ് ചെയ്യുന്നു. ഇനി പ്രിവെന്റിങ് ദ മൾട്ടിപ്ലിക്കേഷൻ. പതോജൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ മൾട്ടിപ്ലിക്കേഷനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡിഫൻസ് മെക്കാനിസത്തിൽ ബോഡി ഫ്ലൂയിഡ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി ബ്ലഡ്. നമുക്കറിയാം ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോഡി ഫുള്ളും സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണിത്. അപ്പോൾ ബ്ലഡിനകത്ത് ഒരുപാട് സെല്ലുകൾ ഉണ്ടെന്നറിയാമല്ലോ. WBC ഉണ്ട്, RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ ബ്ലഡിനുള്ളിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് WBCs ആണ്, വൈറ്റ് ബ്ലഡ് സെല്ലുകളാണ്. അപ്പോൾ ഏതൊക്കെയാണ് വൈറ്റ് ബ്ലഡ് സെല്ലുകൾ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂട്രോഫിൽ ആണ്. ന്യൂട്രോഫിലിന്റെ ഡിഫൻസ് ആക്ഷൻ എന്താണെന്ന് നോക്കിക്കേ. എൻഗൾഫ് ബാക്ടീരിയ. ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്യുന്നു, വിഴുങ്ങുന്നു. ഇനി കെമിക്കൽസിനെ സിന്തസൈസ് ചെയ്യുന്നു. അതായത് ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യുന്ന അല്ലെങ്കിൽ പതോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന കെമിക്കൽസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ബേസോഫിൽ. ബേസോഫിൽ എന്താ ചെയ്യുന്നത്? മറ്റ് WBCസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ മറ്റ് WBCസിന്റെ ആക്ഷൻസ് കൂടുന്നു. ഡിഫൻസ് വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. ഇനി ഡയലേറ്റ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ബ്ലഡിനുള്ളിലാണ് WBCs ഉള്ളത്. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്കും WBCs പോകേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യേണ്ടത്. ബ്ലഡ് വെസൽസ് ഡയലേറ്റഡ് ആവുമ്പോൾ ബ്ലഡ് വെസൽസിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള പോഴ്സുകൾ ഉണ്ടല്ലോ, ആ പോഴ്സുകൾ വഴി WBCs പുറത്തേക്ക് ചെല്ലുന്നു, സെല്ലുകൾക്കുള്ളിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ ആ പതോജൻസ് വന്ന ഏരിയയിലേക്ക് ചെല്ലുന്നു. അതിനു വേണ്ടിയാണ് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഈസ്നോഫിൽ ആണ്. ഓക്കെ, മൂന്നാമത്തേത് നമ്മുടെ ഈസ്നോഫിൽ ആണ്. അതെന്താ ചെയ്യുന്നത്? കെമിക്കൽസിനെ സിന്തസൈസ് ചെയ്യുന്നു. അപ്പൊ രണ്ട് രീതിയിലാണ് ഈ കെമിക്കൽസ് പ്രിവെൻഷൻ നടത്തുന്നത്. ഏതൊക്കെ വഴിയിലൂടെയാണ്?
ഫോറിൻ ബോഡീസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻഫ്ലമേറ്ററി റെസ്പോൺസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്താണ്? നമ്മുടെ മുറിവൊക്കെ ഉണ്ടാവുമ്പോൾ വീങ്ങി വരുന്ന ഒരവസ്ഥയുണ്ട്, അതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള കെമിക്കൽസിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്, ഫോറിൻ ബോഡീസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് വേണ്ടിയുമുള്ള കെമിക്കൽസിനെ ഉണ്ടാക്കുന്നുണ്ട്. അടുത്തത് മോണോസൈറ്റ് ആണ്. മോണോസൈറ്റും എന്ത് തന്നെ ചെയ്യുന്നു? എൻഗൾഫ് ചെയ്യുന്നു. ജേംസിനെ എൻഗൾഫ് ചെയ്യുകയും ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തേതാണ് ലിംഫോസൈറ്റ്സ്. ഓക്കെ, ലിംഫോസൈറ്റ്സ് അതെന്താ ചെയ്യുന്നത്? ജേംസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ക്യാരക്ടറിനെ മനസ്സിലാക്കി സ്പെസിഫിക് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട WBCs, വൈറ്റ് ബ്ലഡ് സെല്ലുകൾ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ ഒരു ഏരിയയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള WBCs തന്നിട്ടുണ്ട്, ഇവിടെ അതിൻ്റെ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനെ തമ്മിൽ പെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോണോസൈറ്റിൻ്റെ ഫങ്ഷൻ എന്താണ്? എൻഗൾഫ് ചെയ്യുക എന്നുള്ളതാണ്. എൻഗൾഫ് ചെയ്യുകയും ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുകയുമാണ് മോണോസൈറ്റ്സ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു? മറ്റ് WBCസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബേസോഫിൽ എന്ത് ചെയ്യുന്നു? കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്ന കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈസ്നോഫിലോ ഇൻഫ്ലമേറ്ററി റെസ്പോൺസുകൾ ഉണ്ടാക്കുന്ന കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റംസ് ആണ്, അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസംസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. നമ്മൾ പറഞ്ഞു മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വീങ്ങി വരും അല്ലെ, ചെറുതായിട്ടൊരു തടിപ്പുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഒരു വൂണ്ട് ഉണ്ടാകുമ്പോൾ ആ വൂണ്ട് ഉണ്ടായ സൈറ്റിലെ സെല്ലിന് എന്ത് സംഭവിക്കും? ഡാമേജ് സംഭവിക്കും അല്ലേ. അപ്പൊ ആ വൂണ്ടഡ് ആയിട്ടുള്ള റീജിയനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ജേംസ് ബോഡിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഭാഗത്തെ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനായിരിക്കും ഈ കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇവിടെയുള്ള ബ്ലഡ് ക്യാപ്പിലറീസിനെ ഡയലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ബ്ലഡ് ക്യാപ്പിലറീസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വികസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് ഫ്ലോ കൂടും. ആ സമയത്ത് ഇവിടെ നിന്ന് എന്ത് സംഭവിക്കും? ഈ WBCs പുറത്തേക്ക് ഇറങ്ങും. WBCs മാത്രമല്ല പ്ലാസ്മയും ഒക്കെ പുറത്തേക്ക് എത്തുന്നു. പുറത്തേക്ക് എത്തിക്കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ഒരു ജേംസിനെ പോയി അറ്റാക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ന്യൂട്രോഫിലും മോണോസൈറ്റ്സും സെല്ലിനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് കളയും. അപ്പോൾ അതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ നടക്കുന്നത്. ഇത്തരത്തിൽ WBCസും പ്ലാസ്മയും ഒക്കെ ഈ ഒരു സൈറ്റിലേക്ക് ഒരുപാട് എത്തുന്നത് കൊണ്ടാണ് അവിടെ വീങ്ങി വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. ജേംസിനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് എൻഗൾഫിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് ദ ജേംസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ സെല്ലുകളാണ് ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫാഗോസൈറ്റ്സ്? ഫാഗോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ടു എൻഗൾഫ് എന്നുള്ളതാണ്. സൈറ്റ് എന്ന് പറയുമ്പോൾ സെൽ. അപ്പോൾ ഈ ഫാഗോസൈറ്റ് രണ്ട് വേർഡുകൾ കൂടി ചേർന്നിട്ടാണ് ഫാഗോസൈറ്റ്സ് എന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ഫാഗോസൈറ്റ്സ്? ഈ മോണോസൈറ്റ്സും അതുപോലെ തന്നെ ന്യൂട്രോഫിലുമാണ് ഫാഗോസൈറ്റ്സുകൾ. അതായത് പ്രധാനപ്പെട്ട രണ്ട് WBCs ആണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് നോക്കിക്കേ. ഒരു പതോജൻ എത്തുന്നു, ഒരു പതോജൻ സെല്ലിനുള്ളിലേക്ക് എത്തുന്നു. ആ എത്തുന്ന സമയത്ത് ഇവിടുന്ന് രണ്ട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാകും. ഇതൊരു മെംബ്രെയിനസ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പതോജനെ അങ്ങ് എൻട്രാപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു മെംബ്രെയിനസ് ആയിട്ടുള്ള സാക്ക് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എൻഗൾഫ് പതോജൻ ഇൻ എ മെംബ്രെയിനസ് സാക്ക്. ഈ സെല്ലിനുള്ളിൽ എന്തുണ്ട്? ലൈസോസോം ഉണ്ട്. ഓക്കെ, ലൈസോസോം എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽ ആണ്. ഈ ലൈസോസോം വന്ന് ഈ ഒരു പതോജന്റെ സാക്കുമായിട്ട് കൂടിച്ചേരുന്നു. ലൈസോസോമിൽ എന്തുണ്ടെന്ന് അറിയാമോ? ലൈസോസൈം. ഓക്കെ, ലൈസോസൈം. ഓക്കെ, ലൈസോസൈംസ് എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് ഈ പതോജനെ കില്ല് ചെയ്യുന്നു. അപ്പൊ അതാണ് ഫാഗോസൈറ്റോസിസിനകത്ത്
നടക്കുന്നത്. ഇനി വരുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. നമുക്കറിയാം, മുറിവുണ്ടായി കഴിയുമ്പോൾ കുറേ സമയം ബ്ലീഡ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴോ ആ ബ്ലീഡിങ് നിൽക്കും. എന്തുകൊണ്ടാണ്? ബ്ലഡ് അവിടെ ക്ലോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് ബ്ലീഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പതോജൻസിന്റെ എൻട്രിയെയും പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൂൺസിലൂടെ വരുന്ന പതോജൻസിന്റെ എൻട്രിയെ ചെക്ക് ചെയ്യുകയും കൂടിയാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ സ്റ്റെപ്പുകൾ. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ടിഷ്യൂസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് അറ്റ് ദ സൈറ്റ് ഓഫ് വൂണ്ട് ഡീജനറേറ്റ് ടു ഫോം ദ എൻസൈം കോൾഡ് ത്രോംബോപ്ലാസ്റ്റിൻ. ഇത്തരത്തില് വൂണ്ട് ഉണ്ടായ സൈറ്റിലെ ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും ഡീജനറേറ്റ് ചെയ്തുകൊണ്ട് എന്തുണ്ടാവുന്നു? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള എൻസൈമുകൾ ഉണ്ടാകുന്നു. ഈ എൻസൈം പ്രോത്രോംബിൻ, പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ ത്രോംബിനാക്കി മാറ്റുന്നു. ഈ പ്രോത്രോംബിൻ എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഫോമാണ്. അതിനെ ആക്റ്റീവ് ഫോമിലുള്ള ത്രോംബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു എൻസൈമാക്കി മാറ്റുന്നു. ഇതിന് വേണ്ട രണ്ട് സാധനങ്ങളാണ് കാൽസ്യവും വൈറ്റമിൻ കെയും. ഇതെവിടുന്നാണ് കിട്ടുന്നത്? ബ്ലഡിൽ തന്നെ പ്രസന്റ് ആണ്. അപ്പോൾ ഈ പ്രോസസ്സാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കുന്നത്. ഇനി ഈ ത്രോംബിൻ എന്ത് ചെയ്യുന്നു? ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കി മാറ്റുന്നു. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇതെന്താണ്? നമ്മുടെ മുടി പോലെ വളരെ നേർത്ത നാരുകളാണ്. അപ്പോൾ ഈ ഫൈബ്രിൻ ഫൈബേഴ്സ് എന്ത് ഫോം ചെയ്യുന്നു? ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു. ഈ നെറ്റ്വർക്കിലേക്ക് എന്ത് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു? റെഡ് ബ്ലഡ് സെല്ലുകളും പ്ലേറ്റ്ലെറ്റ്സും. അങ്ങനെ ഒരു ക്ലോട്ട് അവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ സ്റ്റെപ്പുകൾ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഈ ഒരു ഡിഫൻസ് മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്? ഒരു സെല്ല് കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു മെംബ്രേനിയസ് സാക്ക് ഫോം ചെയ്യുന്നുണ്ട്, ലൈസോസോം ഉണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു പ്രോസസ്? ലൈസോസോം വന്നിട്ട് മെംബ്രേനിയസ് സാക്കുമായിട്ട് കൂടി ചേർന്ന് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ പ്രോസസ്സ്? ഫാഗോസൈറ്റോസിസ് ആണ്. ഇനി വൂണ്ട് ഹീലിംഗ്, മുറിവ് ഉണങ്ങുന്നത്. നമുക്കറിയാം, ചില മുറിവുകളുടെ പാടുകൾ എപ്പോഴും തന്നെ നിലനിൽക്കും, ചില മുറിവുകളോ ആ പാടുകൾ അവിടെ കാണപ്പെടുന്നില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ മുറിവുകളുടെ പാടുകൾ അവശേഷിക്കാത്തത് എന്നൊക്കെയാണ് ഇനി പറയുന്നത്. നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ശേഷം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനും ബ്ലഡ് ക്ലോട്ടിങ്ങിനും ശേഷം നടക്കുന്ന പ്രോസസ്സാണ് ഹീലിംഗ് ഓഫ് വൂണ്ട് എന്നുള്ളത്. ഇനി നമ്മുടെ വൂണ്ട് പറ്റിയ റീജിയനിലെ സെല്ലുകൾക്ക് എന്ത് സംഭവിക്കുന്നു? ഡാമേജ് ഉണ്ടാകും. ആ ഡാമേജ്ഡ് ആയിട്ടുള്ള സെല്ലിന്റെ സിമിലർ ആയിട്ടുള്ള സെല്ലുകളാണ് ആ ഒരു ഭാഗത്തെ റീപ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് വീണ്ടും ഉണ്ടാകുന്നതെങ്കിൽ അവിടെ സ്കാറുകൾ നിലനിൽക്കുന്നില്ല. ഇനി ചില സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ സിമിലർ ആയിട്ടുള്ള സെല്ലുകൾ ഫോം ചെയ്യുന്നില്ല. ആ സാഹചര്യത്തിൽ കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ടാകും. ആ ഭാഗത്ത് കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ടാവുകയും വൂണ്ട് ഹീൽ ആവുകയും ചെയ്യുന്നു. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? സ്കാറുകൾ അവിടെ നിലനിൽക്കുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് പതോജൻസ് അവിടെ എൻറ്റർ ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഹീലിംഗ് ഓഫ് വൂണ്ട് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടേ നടക്കുന്നുള്ളൂ. ഇനി ഒരു ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ബോഡിയിലെ ഡിഫൻസ് സിസ്റ്റമാണ് ഇത്തരത്തിൽ എൻറ്റർ ചെയ്യുന്ന പതോജൻസിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ഹീലിംഗ് പ്രോസസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഫീവറിനെ കുറിച്ചാണ്. എന്താണ് ഫീവർ എന്ന് പറയുന്നത്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമൽ ലെവലിൽ നിന്നും റേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫീവർ എന്ന് പറയുന്നത്. ഇതൊരു ഡിസീസാണോ അതൊരു ഡിഫൻസ് മെക്കാനിസം ആണോ? ഇതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. ഒരു പതോജൻ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റേസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഫീവർ? ഫീവർ ഇസ് എ കണ്ടീഷൻ വെൻ ദ ബോഡി ടെമ്പറേച്ചർ റേസസ് എബോവ് ദ നോർമൽ ലെവൽ. ഓക്കെ, നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ആണ് കേട്ടോ, 37 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്ററിലേക്ക് വരുമ്പോഴേക്കും 60 അല്ല, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ,
ഇതാണ് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ. ഇതിൽ നിന്ന് ടെമ്പറേച്ചർ റേസ് ചെയ്യുന്ന അവസ്ഥയാണ് ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ പതോജൻ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പതോജൻ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? പതോജൻസ് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോക്സിൻ പോയി നമ്മുടെ WBCസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, സ്റ്റിമുലേറ്റ് ദ വൈറ്റ് ബ്ലഡ് സെൽസ്. അപ്പോൾ WBC സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള WBCs എന്ത് സെക്രീറ്റ് ചെയ്യും? കെമിക്കൽ സബ്സ്റ്റൻസുകളെ സെക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ റേസ് ചെയ്യിക്കുന്നത്. ബോഡി ടെമ്പറേച്ചർ റേസ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം? അവിടെ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, പതോജന്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് പയ്യെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, റെഡ്യൂസസ് മൾട്ടിപ്ലിക്കേഷൻ. ദെൻ ഫാഗോസൈറ്റോസിസ് പ്രോസസ്സ്, നമ്മുടെ WBCs ചെയ്യുന്ന ഫാഗോസൈറ്റോസിസ് പ്രോസസ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യപ്പെടും. അതുവഴി ഡിസീസിനെ അല്ലെങ്കിൽ പതോജനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇനി ടെമ്പറേച്ചർ വല്ലാണ്ട് കൂടുകയാണെങ്കിലോ അതിനർത്ഥം എന്താണ്? ഇൻഫെക്ഷൻ വളരെ അധികമാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് തടുക്കാൻ വേണ്ടി, ഈ പതോജൻസിനെ കില്ല് ചെയ്യാൻ വേണ്ടി ബോഡി ടെമ്പറേച്ചർ റേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ മെഡിക്കൽ സപ്പോർട്ട് തേടണമെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി സ്പെസിഫിക്കും നോൺ സ്പെസിഫിക്കും ഡിഫൻസ് മെക്കാനിസംസ്. നമുക്കറിയാം, ഡിഫൻസ് മെക്കാനിസം 2 തരത്തിലാണ് നടക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിലേക്ക് എത്തിയ പതോജന്റെ ക്യാരക്ടറുകളെ മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന ഡിഫൻസ് മെക്കാനിസം. മറ്റൊന്നെന്ന് പറയുന്നത് എത്തിയിരിക്കുന്ന ക്യാരക്ടറുകളെ മനസ്സിലാക്കാതെ ബോഡി ചെയ്യുന്ന ഡിഫൻസസ്. ആന്റിജൻസ് ഏതൊക്കെയാണ്? ഒന്നുകിൽ പതോജൻ ആവാം, അല്ലെങ്കിൽ ഒരു ഫോറിൻ ബോഡീസ് ആവാം. ഇത്തരത്തിൽ ഫോറിൻ ബോഡീസ് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ബോഡി അതിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ക്യാരക്ടറുകളെ മനസ്സിലാക്കി ഡിഫൻസ് ചെയ്യുകയാണെങ്കിൽ അതാണ് സ്പെസിഫിക് ഡിഫൻസസ്. അത് ചെയ്യുന്നത് ആരാണ്? WBCs ആണ്. ഇനി എത്തിയിരിക്കുന്ന പതോജന്റെ ക്യാരക്ടറുകളെ മനസ്സിലാക്കാതെ നടത്തുന്ന ഡിഫൻസ് ആണ് നോൺ സ്പെസിഫിക് ഡിഫൻസ്. നമ്മുടെ ഈ ഫീവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആയിക്കോട്ടെ, ബ്ലഡ് ക്ലോട്ടിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫൻസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ലിംഫോസൈറ്റുകളാണ് അല്ലേ? അപ്പോൾ 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും. ഇതെവിടെയാണ് ഫോം ചെയ്യപ്പെടുന്നത്? ബോൺ മാരോയിലാണ്. ഓക്കെ, ബോൺ മാരോയിൽ ലിംഫോസൈറ്റുകൾ ഫോം ചെയ്യപ്പെടുന്നു. ഈ B ലിംഫോസൈറ്റ് മച്ചുർ ചെയ്യപ്പെടുന്നത് ബോൺ മാരോയിലാണ്. അപ്പോൾ ബോൺ മാരോയിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്നു, മെച്ചുറേഷനും അവിടെ വെച്ച് തന്നെ നടക്കുന്നു. അതാണ് B ലിംഫോസൈറ്റ്, B. ഓക്കെ, ഇനി ബോൺ മാരോയിൽ ഉണ്ടായി തൈമസ് ഗ്ലാൻഡിൽ വന്ന് മെച്ചുർ ചെയ്യുന്ന ലിംഫോസൈറ്റുകളാണ് T ലിംഫോസൈറ്റുകൾ. ഓക്കെ, T, തൈമസ് ഗ്ലാൻഡ്. ഓക്കെ, 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകളാണ്. ഇനി എങ്ങനെയാണിത് ആക്ട് ചെയ്യുന്നത് നോക്കാം. B ലിംഫോസൈറ്റുകൾ ചില ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ആന്റിബോഡീസ്? ലിംഫോസൈറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. ഇതെന്ത് ചെയ്യുന്നു? പതോജൻ എഗൈൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ഏതൊക്കെ വിധത്തിലാണ് ഈ B ലിംഫോസൈറ്റുകൾ പതോജനെതിരായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പതോജനെ കില്ല് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിൻ ഉണ്ടല്ലോ, ആ സെൽ മെംബ്രെയിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന പതോജൻസ് അല്ലെങ്കിൽ ആന്റിജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. അതായത് ആ ടോക്സിൻസിന്റെ എഫക്റ്റിനെ ഇല്ലാണ്ടാക്കി കളയുന്നു. ഇനി മൂന്നാമത്തേത്, ഡിസ്ട്രോയ് ദ പതോജൻസ് ബൈ സ്റ്റിമുലേറ്റിംഗ് അതർ WBCs. മറ്റ് WBCസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഡിഫൻസ് മെക്കാനിസം നടത്തുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് B ലിംഫോസൈറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി T ലിംഫോസൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് WBCസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഡിഫൻസ് സെല്ലുകളെ. ഓക്കെ, ദെൻ വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള സെല്ലുകളെ ഡിസ്ട്രോയ് ചെയ്യുന്നു.
ഓക്കെ, വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള സെല്ലുകളെ ഡിസ്ട്രോയ് ചെയ്യുന്നു. വൈറസ് അഫക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സെല്ലുകൾ നശിക്കുന്നു, റാപ്പിഡായിട്ട് വൈറസുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷനെയൊക്കെ പ്രിവെന്റ് ചെയ്ത് ഡിസീസിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ടി ലിംഫോസൈറ്റ് സഹായിക്കുന്നു. ദെൻ ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാൻസർ സെൽ എന്ന് പറയുന്നത്? റാപ്പിഡായിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളാണ് ക്യാൻസർ സെല്ലുകൾ. ആ സെല്ലുകളെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയും ടി ലിംഫോസൈറ്റ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തെ കുറിച്ചാണ്. എന്താണ് ലിംഫ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുകയും ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു തരം ഫ്ലൂയിഡ് ഉണ്ട്. അതാണ് നമ്മുടെ ലിംഫ് എന്ന് പറയുന്നത്. ലിംഫ്. അപ്പൊ ഈ ലിംഫിനെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടി ലിംഫാറ്റിക് വെസലുകളുണ്ട്. എന്താണ്? ലിംഫാറ്റിക് വെസൽസ്. അപ്പോൾ ഈ ലിംഫാറ്റിക് വെസൽസും ലിംഫും എല്ലാം കൂടി ചേരുന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലിംഫാറ്റിക് സിസ്റ്റം നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ബോഡിയിലെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൂടാതെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂൺ സിസ്റ്റം, അതിൻ്റെയും ഒരു ഭാഗമാണ്. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻസ് ആണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ലിംഫ് ഡക്റ്റുകൾ വരുന്നുണ്ട്. സ്പ്ലീൻ, അതായത് ലിംഫ് ഡക്റ്റുകളോട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു ഓർഗനാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. ലിംഫ് നോഡുകൾ, ഈ ലിംഫ് ഡക്റ്റുകൾ കൂടി ചേരുന്ന പോർഷൻസ് ആണ് ലിംഫ് നോഡുകൾ. ഓക്കെ, ഈ ലിംഫ് നോഡുകളും ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കാണപ്പെടും. ഇനി ലിംഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുകയും ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ്. നമ്മുടെ ബ്ലഡ് എങ്ങനെയാണ്? ബ്ലഡ് കാപ്പിലറീസ് വഴിയാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? ഇവിടെ നമ്മുടെ ബ്ലഡ് സെല്ലുകളൊക്കെ ഉണ്ട്. ബ്ലഡ് സെല്ലും ബ്ലഡ് പ്ലാസ്മയും ഒക്കെ ബ്ലഡ് വെസൽസിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ ബ്ലഡ് വെസലിലൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ ഇതിനുള്ളിൽ എന്തുണ്ട്? മൈന്യൂട്ട് ആയിട്ടുള്ള പോസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഈ മൈന്യൂട്ട് ആയിട്ടുള്ള പോസിലൂടെ എന്ത് ഒഴുകിയിറങ്ങുന്നു? പ്ലാസ്മയും അതുപോലെ തന്നെ ലിംഫോസൈറ്റുകളും ചില മൈന്യൂട്ട് ആയിട്ടുള്ള പ്രോട്ടീൻസും ഒഴുകിയിറങ്ങുന്നു. എങ്ങോട്ടേക്ക്? ഇവിടെയുള്ള സെല്ലുകൾക്കിടയിലേക്ക്. ഓക്കെ, ഇങ്ങനെ ഒഴുകിയിറങ്ങുന്ന ഈ ഒരു ഫ്ലൂയിഡ് ആണ് എന്തെന്ന് പറയുന്നത്? ലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലിംഫ് എന്ത് ചെയ്യുന്നു? ഇതിനാവശ്യമായിട്ടുള്ള, ഈ സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ സെല്ലിന്റെ ഈ ഭാഗത്തുള്ള പതോജൻസിനെ അല്ലെങ്കിൽ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ജേംസിനെ ക്യാരി ചെയ്യുന്നു. എന്നിട്ട് ലിംഫ് എങ്ങോട്ട് കടക്കും? ലിംഫ് ഡക്റ്റിലേക്ക് കടക്കും. ഓക്കെ, ഈ ലിംഫ് വന്ന് ലിംഫ് ഡക്റ്റിലേക്ക് കടക്കും. ഈ ലിംഫ് ഡക്റ്റിലൂടെയാണ് അല്ലെങ്കിൽ ലിംഫ് വെസലിലൂടെയാണ് എന്ത് ക്യാരി ചെയ്യപ്പെടുന്നത്? ലിംഫ് പിന്നെ ക്യാരി ചെയ്യപ്പെടുന്നത്. എന്നിട്ട് ലിംഫ് നോഡുകൾ നമ്മൾ പറഞ്ഞല്ലോ, ലിംഫ് നോഡുകൾ, ലിംഫ് ഡക്റ്റുകൾ അല്ലെങ്കിൽ ലിംഫ് വെസലുകൾ കൂടി ചേരുന്ന ആ ഭാഗം ലിംഫ് നോഡുകളിലും അതുപോലെ തന്നെ സ്പ്ലീനിലും വെച്ച് ഈ ലിംഫിലുള്ള ലിംഫോസൈറ്റുകൾ പതോജൻസിനെ കില്ല് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഡിഫൻസ് മെക്കാനിസം നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് ഇമ്മ്യൂണൈസേഷനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ബോഡിക്ക് എന്തുണ്ട്? നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ഒരു പതോജൻ എൻട്രി ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡിഫൻസ് സെല്ലുകൾ അതിനെ ഡിറ്റക്ട് ചെയ്യുകയും അതിനെതിരായിട്ട് ആന്റിബോഡീസിനെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പെട്ടെന്നൊരു പതോജൻ എൻട്രി ചെയ്യുമ്പോഴേക്കും എന്തുണ്ടാവുന്നില്ല? വളരെ പെട്ടെന്ന് ആന്റിബോഡീസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു ഡിലേക്ക് പരിഹാരമായിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഈ പതോജൻസിന്റെ അറ്റാക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഡിഫൻസ് സെല്ലുകളെ അലേർട്ട് ആക്കി വെക്കുന്ന പ്രോസസ്സാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്മ്യൂണൈസേഷൻ ഇസ് ദ ആർട്ടിഫിഷ്യൽ മെത്തേഡ് ടു മേക്ക് ദ ഡിഫൻസ് സെൽ അലേർട്ട് അഗെയിൻസ്റ്റ് ദ അറ്റാക്ക് ഓഫ് പതോജൻസ്. ഇനി ഈ ഇമ്മ്യൂണൈസേഷന് വേണ്ടി, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാക്സിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വാക്സിൻസിൽ ഈ പറഞ്ഞ ഏതെങ്കിലും കമ്പോണന്റുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അലൈവ് ഓ ഡെഡ് ഓ ന്യൂട്രലൈസ്ഡ് ജേംസ്, അതായത് അലൈവ് ആയിട്ടുള്ളതോ ജീവനുള്ളതോ ജീവനില്ലാത്തതോ അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ളതോ രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കപ്പെട്ടതോ ആയിട്ടുള്ള ജേംസിനെ യൂസ് ചെയ്യുന്നുണ്ട്.
ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ടോക്സിൻസ്, പതോജന്റെ ടോക്സിൻ എടുത്തിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് വാക്സിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി സെല്ലുലാർ പാർട്ട് ഓഫ് ദ പതോജൻ, പതോജന്റെ സെല്ലുലാർ പാർട്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും കമ്പോണന്റുകളായിരിക്കും വാക്സിൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതെന്ത് ചെയ്യും? പേഴ്സണിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. അതിനെ നമ്മുടെ ബോഡി എന്തായിട്ടാണ് തിരിച്ചറിയുന്നത്? ആന്റിജൻ ആയിട്ടാണ് തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ ഈ കമ്പോണന്റുകൾ ആന്റിജൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതെന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും? നമ്മുടെ ഡിഫൻസ് സെല്ലുകളെ അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് ഫോം ചെയ്യും? ആന്റിബോഡീസ് ഫോം ചെയ്യും. ഈ പതോജനെതിരായിട്ട് അല്ലെങ്കിൽ ഈ ആന്റിജനെതിരായിട്ടുള്ള ആന്റിബോഡീസ് ഫോം ചെയ്യും. ഈ ആന്റിബോഡീസ് ബ്ലഡിൽ തന്നെ നിലനിൽക്കും. ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള പതോജൻ വരുമ്പോൾ, ഒറിജിനൽ ആയിട്ടുള്ള ഡിസീസിന്റെ പതോജൻ വരുമ്പോൾ ഈ ആന്റിബോഡീസ് സഡൻ ആയിട്ട് അതിനെതിരായിട്ട് ആക്ട് ചെയ്യും. ഇതാണ് വാക്സിൻസ്. ക്ലിയർ അല്ലേ? ഇനി എങ്ങനെയാണ് വാക്സിൻസ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതേണ്ടത്. വാക്സിനെ എന്തായിട്ട് ഡിറ്റക്ട് ചെയ്യും? ഒരു ആന്റിജൻ ആയിട്ടാണ് ബോഡി ഡിറ്റക്ട് ചെയ്യുന്നത്. ഇതിനെതിരായിട്ടുള്ള ആന്റിബോഡീസിനെ ബോഡി ഉണ്ടാക്കി വെക്കുന്നു. ഒരു റിയൽ ആയിട്ടുള്ള പതോജൻ വരുമ്പോഴേക്കും ഈ ആന്റിബോഡീസ് ഇതിനെ എഗൈൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്സിൻസ് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. BCG, ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഡിസീസിനെതിരായിട്ട് യൂസ് ചെയ്യുന്നതാണ് BCG. OPV, ഓറൽ പോളിയോ വാക്സിൻസ്. പോളിയോ എന്ന് പറയുന്ന ഡിസീസാണ്, ഡിസീസിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പെൻഡാവാലൻസ്, പെൻഡാവാലൻസ് എന്ന് പറയുമ്പോൾ 5 ഡിസീസുകൾക്കെതിരായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടുസിസ്, ഹെപ്പറ്റൈറ്റിസ് B, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് B, ഹിബ്. ഓക്കെ, ഇനി വരുന്നത് MMR ആണ്. മീസൽസ്, മംസ്, റുബെല്ല. TT, ടെറ്റനസ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട വാക്സിൻസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ട്രീറ്റ്മെന്റ്. എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം വഴി ഒരു പതോജനെ കില്ല് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡിസീസ് ആയിട്ട് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഡിസീസിനെതിരായിട്ട് നമ്മൾ മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഡിസീസിനെ അല്ലെങ്കിൽ ഒരു ഇൽനെസ്സിനെ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്? അതിൻ്റെതായ സൈൻസും സിംറ്റംസും കാണിക്കുന്നുണ്ട്. ഈ തിരിച്ചറിയൽ പ്രോസസ്സിനെയാണ് നമ്മൾ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡയഗ്നോസിസ്? ഡയഗ്നോസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് എ ഡിസീസ് കണ്ടീഷൻ, ഇഞ്ചുറി ഫ്രം ഇറ്റ്സ് സൈൻസ് ആൻഡ് സിംറ്റംസ്. ഓക്കെ, ഇനി എന്താണ് മെഡിസിൻസ്? ഡിസീസിനെതിരായിട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിക്കെതിരായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പം ഈ സബ്സ്റ്റൻസുകൾ, അതായത് നമ്മുടെ അനിമൽസിൽ നിന്നോ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നോ പ്ലാന്റ്സിൽ നിന്നോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സബ്സ്റ്റൻസുകൾ, അല്ലെങ്കിൽ എന്താണ് ലബോറട്ടറീസിൽ കെമിക്കലായിട്ട് സിന്തസൈസ് ചെയ്തെടുക്കുന്നത്, അതായത് ആർട്ടിഫിഷ്യലായിട്ട് സിന്തസൈസ് ചെയ്തെടുക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകൾ, ഇത് രണ്ടുമായിരിക്കും എന്തെന്ന് പറയുന്നത്? മെഡിസിൻസ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇന്നുണ്ട്, അല്ലേ? അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ആയുർവേദ, സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി, അലോപ്പതി, ഇതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ, ഒരു സൊസൈറ്റിയുടെ കൾച്ചറും അവിടുത്തെ ആൾക്കാരുടെ ജീവിത ശൈലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഈ ഹോമിയോപ്പതി എന്ന് പറയുന്നത് സാമുവൽ ഹനിമാൻ ആണ് പ്രൊപ്പോസ് ചെയ്തത്. അലോപ്പതി ആകുമ്പോൾ ഹിപ്പോക്രാറ്റസ്. ക്ലിയർ അല്ലേ? ഇനി ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ്, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ആണ്. സ്റ്റെതസ്കോപ്പ്. ഏതാണ് സ്റ്റെതസ്കോപ്പ്? ഈ ഒന്നാമത്തേതാണ് സ്റ്റെതസ്കോപ്പ്. അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഹാർട്ട് ബീറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടാമത്തേത് തെർമോമീറ്റർ, ടു മെഷർ ബോഡി ടെമ്പറേച്ചർ. ഇതാണ് നമ്മുടെ തെർമോമീറ്റർ. അടുത്തത് സ്പിഗ്മോ മാനോമീറ്റർ. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ബ്ലഡ് പ്രഷറിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി ഡിഫറെന്റ് എക്യുപ്മെന്റ്സും അതിന്റെ യൂസസും.
ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ബ്രെയിനിനുള്ളിലെ ഇലക്ട്രിക് വേവുകളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് വേവ്സ് ഇൻ ബ്രെയിൻ. ഓക്കെ. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് വേവുകളെ തന്നെ റെക്കോർഡ് ചെയ്യാനാണ്. എവിടത്തെയാണ്? ഹേർട്ട് മസിൽസിലെ. ഓക്കെ. അപ്പോൾ ഈ ഇലക്ട്രോ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് വേവ്സിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണെന്ന് ഓർക്കുക. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, ഇലക്ട്രോ എൻസെഫലോഗ്രാമും ഇലക്ട്രോ കാർഡിയോഗ്രാമും. ഓക്കെ. അടുത്തത് അൾട്രാസൗണ്ട് സ്കാനർ. ഇതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇന്റേണൽ ഓർഗൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ. ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ ഓർഗൻസ് എന്ത് യൂസ് ചെയ്തിട്ടാണ്? അൾട്രാസോണിക് സൗണ്ട് വേവ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത്, അൾട്രാ സൗണ്ട് സ്കാനർ. ഇനി അടുത്തത് വരുന്നത് CT സ്കാനർ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാനർ. ഇവിടെ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്ത് എക്സ്റേസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ മെഷർമെന്റ് നടക്കുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്തിനെ? ഇന്റേണൽ ഓർഗൻസിന്റെ 3 ഡയമെൻഷണൽ വിഷ്വൽസ്. ഓക്കെ. അടുത്തത് MRI സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. ഇതും ഇന്റേണൽ ഓർഗൻസിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ വിഷ്വൽ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലബോറട്ടറി ടെസ്റ്റുകളെ കുറിച്ചാണ്. വ്യത്യസ്തങ്ങളായ ലബോറട്ടറി ടെസ്റ്റുകൾ നമ്മൾ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നടത്താറുണ്ട്. ബ്ലഡ് ടെസ്റ്റ് നടത്താറുണ്ട്, യൂറിൻ ടെസ്റ്റ് നടത്താറുണ്ട്. ഇനി ബ്ലഡ് ടെസ്റ്റിൽ തന്നെ വിവിധ തരമുണ്ട് അല്ലേ? ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ബ്ലഡിലുള്ള വ്യത്യസ്തങ്ങളായ സെല്ലുകളുടെ കൗണ്ട് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ നോർമൽ വാല്യൂ കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ ടെസ്റ്റ് റിസൾട്ടും കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ നോർമൽ വാല്യൂവും ടെസ്റ്റ് റിസൾട്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഡിസീസ് ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ പറഞ്ഞിട്ടുണ്ട്, വൈറ്റ് ബ്ലഡ് സെല്ലുകളുടെയും റെഡ് ബ്ലഡ് സെല്ലുകളുടെയും പ്ലേറ്റ്ലെറ്റിൻ്റെയും ഒക്കെ ടെസ്റ്റ് റിസൾട്ടും നോർമൽ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഏതിൻ്റെയാണ് കൗണ്ട് കുറവ് എന്ന് അല്ലെങ്കിൽ കൂടുതൽ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി സ്പെഷ്യലൈസേഷൻ ആൻഡ് ഏരിയാസ് ആണ്. ഓരോ ഏരിയാസും സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട് അല്ലേ? ഹേർട്ടിനെ പറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെ ഹേർട്ടിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഏതാണ്? കാർഡിയോളജിയാണ്. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഐ ഏതാണ്? ഒഫ്താൽമോളജിയാണ് അല്ലേ? ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി. ന്യൂറോളജി എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്? നമ്മുടെ നെർവ് സിസ്റ്റത്തെ കുറിച്ചാണ് അല്ലേ? ബ്രെയിൻ വരുന്നുണ്ട്, സ്പൈനൽ കോഡ് വരുന്നുണ്ട്, നെർവ്സ്. ഓക്കെ. അതായത് നെർവ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ന്യൂറോളജിയിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ക്യാൻസർ ട്രീറ്റ്മെന്റ് ഏതാണ്? ഓങ്കോളജിയാണ്. ഓങ്കോളജി. ENT എന്തിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത്? ഇയറിനെ പറ്റിയും നോസിനെ പറ്റിയും ത്രോട്ട്. അപ്പോൾ ഈ ഏരിയയിലുള്ള ചികിത്സയാണ് ENTയിൽ വരുന്നത്. ക്യാൻസർ ട്രീറ്റ്മെന്റ് ഓങ്കോളജിയാണ്. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ പറ്റിയും സ്പൈനൽ കോഡിനെ പറ്റിയും അല്ലെങ്കിൽ നെർവ്സിനെ പറ്റിയുമുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ഈ ഏരിയയിൽ വരുന്ന ട്രീറ്റ്മെന്റ് ആണ്. ഒഫ്താൽമോളജി എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റ് ഓഫ് ഐസ് ആണ്. കാർഡിയോളജി ട്രീറ്റ്മെന്റ് ഓഫ് ഹേർട്ട് ആണ്. ഇനി ആന്റിബയോട്ടിക്സ്. എന്താണ് ആന്റിബയോട്ടിക്സ്? നമുക്കറിയാം, ബാക്ടീരിയക്കെതിരെ യൂസ് ചെയ്യുന്നതാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ഡിസ്ട്രോയ് ബാക്ടീരിയ കോൾഡ് ആന്റിബയോട്ടിക്സ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഈ മെഡിസിൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. എവിടെ നിന്നും? മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയയിൽ നിന്നും ഫംജയിൽ നിന്നും ഒക്കെ. ഓക്കെ. അപ്പോൾ എന്താണ് ആന്റിബയോട്ടിക്സ്? മെഡിസിൻസ് ദാറ്റ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫംജൈ എക്സെട്ര. ഓക്കെ. നമുക്ക് ഇന്റേണലി യൂസ് ചെയ്യാം, എക്സ്റ്റേണലി യൂസ് ചെയ്യാം. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഓക്കെ. അലക്സാണ്ടർ
ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നും പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ പെൻസിലിൻ ആണ് ആദ്യത്തെ ആന്റിബയോട്ടിക്. ഇനി ആന്റിബയോട്ടിക്കിന്റെ സൈഡ് എഫക്റ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പൊ എന്താണ് ആന്റിബയോട്ടിക് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്തരത്തിൽ ബാക്ടീരിയയ്ക്ക് ഇതിനെതിരായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായി വരും. അതാണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, നമ്മുടെ ബോഡിയിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയസ് ഉണ്ട്, അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. ദെൻ റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് സം വൈറ്റമിൻസ്, നമ്മുടെ ബോഡിയിലുള്ള ചില വൈറ്റമിൻസിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നു. ഇനി ആന്റി ഫംഗൽ മെഡിസിൻസിനെയാണ്, ആന്റി ഫംഗൽ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗസുകളെ ഡിസ്ട്രോയ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. ഈ ആന്റി വൈറൽ ആണെങ്കിലോ വൈറസുകളെ ഡിസ്ട്രോയ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. ഇനി നമ്മൾ പറയുന്നത് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ്. എന്താണ് ഫസ്റ്റ് എയ്ഡ്? ഒരു ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സണ് അല്ലെങ്കിൽ ഒരു ഇൽനെസ് ഉള്ള പേഴ്സണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന അസിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് ഗിവൻ ടു എനി പേഴ്സൺ വിത്ത് എയ്തർ എ മൈനർ ഓർ സിവിയർ ഇൽനെസ് ഓർ ഇഞ്ചറി. ഓക്കെ, അപ്പോൾ സിവിയർ ആയിട്ടോ മൈനർ ആയിട്ടോ ഉള്ള ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചറി ഉണ്ടാകുന്ന ആൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന അസിസ്റ്റൻസ് ആണ്. ഇതെന്തിനു വേണ്ടിയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്? ആ ഒരു കണ്ടീഷനെ വേഴ്സൺ ചെയ്യാതിരിക്കാൻ, കണ്ടീഷൻ വഷളാകാതിരിക്കാൻ, റിക്കവറി എളുപ്പമാകാൻ, ഡെത്തിനെ പ്രിവെന്റ് ചെയ്യാൻ. അപ്പൊ ഈ 3 ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. ഇത് ഗിവിങ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, ഇതൊരു ഫസ്റ്റ് എയ്ഡ് ആണ്. അതായത് ബോധക്ഷയം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് നിന്നു പോകുന്ന അവസ്ഥയിൽ നമ്മൾ കൊടുക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ഇതിനെ നമ്മൾ CPR എന്ന് പറയും. CPR, കാർഡിയോ പൾമുനറി റീസസിറ്റേഷൻ. ഓക്കെ, അപ്പൊ അതാണ് CPR എന്ന് പറയുന്നത്. CPR എങ്ങനെയാണ് നൽകുന്നത്? നമ്മൾ ഈ ഒരു നെഞ്ചിൽ അല്ലെങ്കിൽ സ്റ്റേണത്തിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് CPR നൽകുന്നത്. ബോധക്ഷയം ഉണ്ടായി പെട്ടെന്ന് ഒരാൾ വീഴുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം? അവരുടെ ഒരു പൾസ് ചെക്ക് ചെയ്യണം. അവർക്ക് ബോധമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അവരുടെ ദേഹത്ത് തട്ടി ഓക്കെ ആണോ എന്ന് ആദ്യം ചോദിക്കണം. അവർക്ക് ബോധമുണ്ട് എങ്കിൽ CPR നൽകേണ്ട ആവശ്യമില്ല. ഇനി ബോധമില്ല, പൾസ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? CPR ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകണം. എങ്ങനെയാണ് ഇത് നൽകുന്നത്? നമ്മുടെ 2 കൈകളും ഉപയോഗിച്ചാണ് CPR നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേർണത്തിൽ പ്രസ് ചെയ്യുന്നത്. അതിനുവേണ്ടി 2 കൈകളും ഇങ്ങനെ കോർത്ത് വെക്കുന്നു. ഈ ഒരു ഭാഗം വെച്ച് സ്റ്റേർണത്തിൽ വളരെ സ്പീഡിൽ പ്രസ് ചെയ്യുന്നു. ഇത് 30 തവണ നമ്മൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? മൗത്തിലേക്ക് ശക്തിയായിട്ട് 2 തവണ ഊതി കൊടുക്കണം. ഇതാണ് CPR എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഹാർട്ട് ബീറ്റിംഗ് നോർമൽ സ്റ്റേറ്റിലേക്ക് കടന്നു വരുന്നു. ഇനി ആം സപ്പോർട്ടഡ് ബൈ സ്ലിംഗ്. എന്താണ് സ്ലിംഗ് എന്ന് പറയുന്നത്? നമ്മൾ കട്ടിയുള്ള ഒരു പ്രതലം വെച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഏത് സന്ദർഭങ്ങളിലാണ് ഇത്തരം സ്ലിങ്ങുകൾ യൂസ് ചെയ്യുന്നത്? ബോൺസിനൊക്കെ ബ്രേക്ക് ഉണ്ടാകുമ്പോഴാണ് സ്ലിങ്ങുകൾ നൽകുന്നത്. അത് കാലിനാവാം കൈക്കാവാം. ഇത് മൂവ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തില് കൈകളിൽ ഒരു സപ്പോർട്ട് നൽകി ഒരു തുണി കൊണ്ടോ മറ്റെന്തെങ്കിലും വസ്തു കൊണ്ടോ കെട്ടുന്നു. അതിനുശേഷം നമ്മുടെ കഴുത്തിന് പുറകിലേക്ക് ഒരു തുണി വെച്ച് കെട്ടുന്നു. ഇതാണ് സ്ലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് റിമൂവിങ് ഒബ്ജക്റ്റ് സ്റ്റക്ക് ഇൻ ട്രക്കിയ. ട്രക്കിയയിൽ ഒരു ഒബ്ജക്റ്റ് സ്റ്റക്ക് ആയി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ റിമൂവ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇത് ചുമച്ച് പുറത്ത് കളയാൻ പറ്റുന്നതാണെങ്കിൽ ആ മാർഗം തന്നെ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് നൽകണം. എങ്ങനെയാണ്? നമ്മുടെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക, നമ്മുടെ പുക്കിളിന്റെ ഭാഗത്തേക്കായിട്ട് പ്രസ് ചെയ്യുക, മറ്റേ കൈ വെച്ച് പ്രസ് ചെയ്യുക, മുകളിലേക്ക് ഉയർത്തുക. അതായത് ഒരു ജെ രീതിയിൽ ഇത്തരത്തിൽ പ്രസ് ചെയ്യുക. ആദ്യം ഉള്ളിലേക്ക് പ്രസ് ചെയ്യുന്നു, അതിനുശേഷം മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുന്നു. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും ട്രക്കിയിൽ സ്റ്റക്ക് ആയിപ്പോയിട്ടുള്ള ഒബ്ജക്റ്റ് റിമൂവ് ആകുന്നു. ക്ലിയർ അല്ലേ? ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്? ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിക്ക്
ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് നൽകുന്ന ആ ഒരു പ്രോസസ്സാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കിക്കേ. ഫസ്റ്റ് എന്ന് പറയുന്നത് 18 മുതൽ 60 വയസ്സ് വരെയുള്ള ഏതൊരു വ്യക്തിക്കും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ സാധിക്കും. ഓക്കെ, മാസത്തിൽ 3 മാസത്തിൽ ഒരു തവണ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താനായിട്ട് സാധിക്കും. പിന്നെന്താണ്, ഡോണറിന്റെ ഹെൽത്തിന് യാതൊരു വിധ പ്രോബ്ലവും ബ്ലഡ് ഡൊണേഷൻ കാരണം ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇനി പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസും ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള മദേഴ്സും എന്ത് ചെയ്യാൻ പാടില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിന്റെ ബ്ലഡിൽ ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകും. അടുത്ത പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസുകളുള്ള വ്യക്തികൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ പറ്റി മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പുകളാണ്. ഏതൊക്കെ ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പുകളാണുള്ളത്? എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ വരുന്നത്? ഈ റെഡ് ബ്ലഡ് സെല്ലുകളിൽ, അതായത് ആർ ബി സിയിലുള്ള ആന്റിജന്റെ പ്രസൻസിനെ ബേസ് ചെയ്തിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് നടത്തുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഓരോ ബ്ലഡിനും ബ്ലഡ് ഗ്രൂപ്പിന് പേര് നൽകുന്നത്. ബ്ലഡിലെ ആർ ബി സിയിൽ എ ആന്റിജൻ ആണുള്ളതെങ്കിൽ ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ആയിരിക്കും. ഇനി ബി ആണുള്ളതെങ്കിൽ ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി ആയിരിക്കും. ഇനി എയും ബിയും ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആയിരിക്കും. ഇനി ആന്റിജൻ ഒന്നുമില്ല എങ്കിൽ ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒ ആയിരിക്കും, ആന്റിജൻ ഇല്ലാത്ത അവസ്ഥ. ഇനി ഓരോ വ്യക്തിയിലും എന്തുണ്ടാവും? ആന്റിബോഡീസ് ഉണ്ടാവും. നമ്മൾ പഠിച്ച ആന്റിജൻ എന്തായിരുന്നു? ഒരു പതോജൻ ആയിരുന്നു, അല്ലെങ്കിൽ ഫോറിൻ സബ്സ്റ്റൻസ് ആയിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആർ ബി സിയിലുള്ള പ്രോട്ടീൻസ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്തുണ്ട്? ഈ ആർ ബി സിയിൽ ആന്റിബോഡീസ് കാണപ്പെടുന്നുണ്ട്. ആർ ബി സിയിലും നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിലും ഒക്കെ ആന്റിബോഡീസ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എ ആന്റിജൻ ഉള്ള വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിബോഡി എപ്പോഴും ബി ആയിരിക്കും. ഓക്കെ, ഇനി ബി ആന്റിജൻ ഉള്ള ബ്ലഡ് ഗ്രൂപ്പിൽ, അതായത് ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിബോഡി എപ്പോഴും എ ആയിരിക്കും. ഇനി എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ, ആന്റിജൻ എയും ബിയും ഉള്ള ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിബോഡീസ് ഒന്നും കാണപ്പെടുന്നില്ല. ഓക്കെ, ഇനി ഒ ബ്ലഡ് ഗ്രൂപ്പിൽ എ ബി ആന്റിബോഡീസ് കാണപ്പെടുന്നു. അപ്പൊ ഇത്രയുമാണ് ആന്റിജൻ ആന്റിബോഡീസ് ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിജനെ പറ്റിയും ആന്റിബോഡീസിനെ പറ്റിയും പറയാനുള്ളത്. ഇത് കൂടാതെ നമ്മൾ എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകൾ പറയാറുണ്ട്. ചിലപ്പോൾ എ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ എ നെഗറ്റീവ് ആകാം. എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത്? ഇതിന് കാരണം RH ഫാക്ടർ ആണ്, അല്ലെങ്കിൽ ഡി ആന്റിജൻ ആണ്. അപ്പോൾ എയും ബിയും ആന്റിജൻ കൂടാതെ ബ്ലഡ് സെല്ലുകളിൽ കാണപ്പെടുന്നതാണ് ഡി ആന്റിജൻ അല്ലെങ്കിൽ RH ഫാക്ടർ. RH ഫാക്ടർ ഒരു ആർ ബി സിയിൽ പ്രസന്റ് ആണെങ്കിൽ അത് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, RH ഫാക്ടർ ഇല്ല എങ്കിൽ അത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് പോസിറ്റീവും നെഗറ്റീവും ബ്ലഡ് ഗ്രൂപ്പുകൾ വരുന്നത്. ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഫോറിൻ ആയിട്ടുള്ള ആന്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ നമ്മുടെ ബോഡി ഒരു പതോജനായിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിയിൽ ബി ബ്ലഡ് എത്തുകയാണെങ്കിൽ ഈ ബി ബ്ലഡ് ഗ്രൂപ്പിലെ ബി ആന്റിജനെ ഒരു പതോജനായിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, പതോജനായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും ഈ ആന്റിബോഡി ഈ ബി ആന്റിജനെതിരായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെയാണ് ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിയിലേക്ക് എ ബ്ലഡ് എത്തുകയാണെങ്കിൽ അവിടുത്തെ ആന്റിജനെ അവിടുത്തെ ആന്റിബോഡി റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാകും. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് എ ബിയിൽ ആന്റിജൻസ് എയും ബിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ ബ്ലഡ് ഗ്രൂപ്പിനെയും ഇതിന് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് എ ബ്ലഡ് ഗ്രൂപ്പിനെ സ്വീകരിക്കാൻ സാധിക്കും,
ബി ബ്ലഡ് ഗ്രൂപ്പിനെ സ്വീകരിക്കാൻ സാധിക്കും, എ ബി ബ്ലഡ് ഗ്രൂപ്പിനെ സ്വീകരിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഓയുടെ കാര്യം പറയുമ്പോൾ ഓയില് ആന്റിജൻസ് ഒന്നും പ്രസന്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് ഏത് ബ്ലഡ് ഗ്രൂപ്പിലേക്ക് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. അതായത് എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള വ്യക്തിക്ക് ഒ ബ്ലഡ് കൊടുക്കാൻ സാധിക്കും, ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള വ്യക്തിക്ക് ഒ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കാൻ സാധിക്കും, എ ബി ഉള്ള വ്യക്തിക്കും ഒ ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ ആന്റിജൻ ഇല്ല. ഓക്കെ, ആന്റിജൻ പുതിയതായിട്ട് വരുമ്പോഴാണ് ബോഡി ആന്റിബോഡീസ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പറയുന്നത്. ഇത് യൂണിവേഴ്സൽ ഡോണർ ആണ്, ഇത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി വരുന്നത് പ്ലാന്റ്സിലെ ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ, സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, ബയോ കെമിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്തും പ്ലാന്റ്സ് ഡിഫൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ സ്ട്രക്ചറലും ബയോ കെമിക്കലും ഡിഫൻസുകൾ. ബയോ കെമിക്കൽ ഡിഫൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സസ്യങ്ങളെ ചില കെമിക്കൽസിനെ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്, ആ കെമിക്കൽസ് ഡിഫൻസിന് വേണ്ടി സഹായിക്കുന്നു. ഇനി സ്ട്രക്ചറൽ ഡിഫൻസ്, ഇതൊക്കെ സ്ട്രക്ചറൽ ഡിഫൻസിൽ വരുന്നതാണ്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. വാക്സ് കവറിംഗ് ആൻഡ് ട്യൂട്ടിക്കിൾ. ഓക്കെ, അപ്പൊ എന്താണ് ഇത് ചെയ്യുന്നത്? പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജേംസ് ത്രൂ ലീവ്സ്. ലീവ്സിലാണ് ഈ വാക്സി കവറിങ്ങും ട്യൂട്ടിക്കിളും ഒക്കെ കാണപ്പെടുന്നത്. അപ്പൊ അതുവഴി ജേംസ് ഉള്ളിലേക്ക് എൻട്രി ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ബാർക്ക് എവിടെയാണ് കാണപ്പെടുന്നത്? സ്റ്റെമ്മിലാണ് കാണപ്പെടുന്നത്, അല്ലേ? അപ്പോൾ പത്തോജൻസ് ഡയറക്റ്റ് ആയിട്ട് സെല്ലിലെ, അതായത് പ്ലാന്റിന്റെ ഉള്ളിലുള്ള സെല്ലുകളുമായിട്ട് കോണ്ടാക്ട് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുകയാണ് ബാർക്ക് ചെയ്യുന്നത്. ഇനി വരുന്നത് സെൽവാൾ ആണ്. നമുക്കറിയാം പ്ലാന്റ്സിന്റെ സെല്ലിനു ചുറ്റുമുള്ള ആ ഒരു റിജിഡ് ആയിട്ടുള്ള റെസിസ്റ്റന്റ് കോട്ടാണ് സെൽവാൾ എന്ന് പറയുന്നത്. സെൽവാളിന് എങ്ങനെയാണ് ഈ റിജിഡിറ്റി വന്നിട്ടുള്ളത്? ലിഗ്നിനും ക്യൂട്ടിനും സ്യൂബറിനും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. അപ്പൊ ഈ കെമിക്കൽ സബ്സ്റ്റൻസുകൾ കൊണ്ടാണ് സെൽവാളിന് ഇത്ര റിജിഡിറ്റി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പതോജന് ഈസി ആയിട്ട് സെൽവാളിലൂടെ കടന്ന് സെല്ലിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. ഇത് കൂടാതെ കാലോസ് എന്ന് പറയുന്ന ഒരു പോളിസാക്രൈഡ്, ഓക്കെ, സെൽവാളില് കാലോസ് എന്ന് പറയുന്ന ഒരു പോളിസാക്രൈഡ് ഉണ്ട്. അതെന്തിനെ പ്രിവെന്റ് ചെയ്യുന്നു? ജേംസിനെ സെൽ മെംബ്രെയിനിലേക്ക് കടത്തിവിടാതെ, അതായത് സെൽവാള് കടന്ന് സെൽ മെംബ്രെയിനിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് പ്ലാന്റ്സിന്റെ ഡിഫൻസിനെ പറ്റി പറയാനുള്ളത്. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.